ദിവസവും ഇതിൽ നിന്ന് പേയ്മെൻറ്റ് എടുക്കുന്നുണ്ട്. പേടിഎമ്മിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും സ്പോട്ട് പേയ്മെൻറ്റ് തന്നെയാണ്, ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളെ കുറച്ച് ദിവസം മുമ്പ് വിൻസോ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നില്ലേ, ഗെയിംസ് കളിച്ചും അതേപോലെ റെഫർ ചെയ്തും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ ആദ്യം പോയി കാണുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം ആ വീഡിയോയിൽ ഞാനിതിൽ ഗെയിംസ് കളിച്ചും അതേപോലെ റെഫർ ചെയ്തും ഏൺ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാനിതിൽ ഒരു മാസത്തിനുള്ളിൽ 7757 രൂപ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പേയ്മെൻറ്റൊക്കെ ഇൻസ്റ്റൻറ്റ് വിഡ്രോ ആണ്. നമുക്ക് പേടിഎമ്മിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും UPIയിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എല്ലാം ഇൻസ്റ്റൻറ്റ് വിഡ്രോ തന്നെയാണ്. അപ്പം ഇതിൽ ഈ മാസം പുതിയതൊരു സംഭവം വന്നിട്ടുണ്ട്. ഒരു ലോട്ടറി, റെഫറൽ ലോട്ടറി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ നമുക്ക് 5 ലക്ഷം വരെ നമുക്കിതിൽ വിൻ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ഓരോ വ്യക്തിയെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടിക്കറ്റ് ലഭിക്കും, ഓരോ ലോട്ടറി ടിക്കറ്റ് ലഭിക്കും, റെഫറൽ ലോട്ടറി ടിക്കറ്റ് ലഭിക്കും. അപ്പം ഓരോ ടിക്കറ്റിലും വ്യത്യസ്ത നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലോട്ടറിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത് മെയ് 1-ാം തീയതി, എല്ലാ മാസവും 1-ാം തീയതിയാണ് നടക്കുക. ഇതിപ്പോൾ ആദ്യമായി തുടങ്ങിയതാണ്. നിങ്ങൾക്ക് പ്രീവിയസ് റിസൾട്ട് എന്നതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, നോ പ്രീവിയസ് ജാക്ക്പോട്ട്. അതായത് ഈ മാസം ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു റെഫറൽ ലോട്ടറി സംഭവം. ഇതിലൂടെ നമ്മൾ ഓരോ വ്യക്തിയെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും റെഫറൽ ഏണിങ്സ് എന്തായാലും ലഭിക്കും. അതോടൊപ്പം ഓരോ ടിക്കറ്റും ലഭിക്കും, ലോട്ടറി ടിക്കറ്റും ലഭിക്കും. അപ്പം ഈ ഒരു ടിക്കറ്റിൽ ഓരോ വ്യക്തിയും ഞാൻ പറഞ്ഞു വ്യത്യസ്ത നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഈ നറുക്കെടുപ്പിൽ വിജയിക്കുക. അങ്ങനെ വിജയിക്കുന്ന ഫസ്റ്റ് പ്രൈസ് 35,000 രൂപയാണ്, സെക്കൻഡ് പ്രൈസ് 10,000 രൂപ, അതേപോലെ തേർഡ് പ്രൈസ് 5,000 രൂപ. ഇനിയും പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു, അതറിയില്ല. 5 ലക്ഷം വരെ എന്തായാലും ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ മാക്സിമം പേര് ഇതിൽ റെഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ ഏണിങ്സോടൊപ്പം ഈ ടിക്കറ്റും കൂടി ഇപ്പോൾ ലഭിക്കും. മെയ് 1-ാം തീയതി വരെ ഉള്ളൂ, ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ആൾക്കാരെ റെഫർ ചെയ്യുക. ഈ ക്യാഷ് പ്രൈസ് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്യാഷ് പ്രൈസ് ലഭിക്കും. കാരണം അത്രയും ജെന്യൂനായിട്ട്, അത്രയും ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ തന്നെയാണിത്. എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പേഴ്സണലായിട്ട് ലഭിച്ചതുകൊണ്ടാണ് പറയുന്നത്. ഈ ലോട്ടറി അല്ല, ഇതിൻ്റെ റെഫറൽ ഏണിങ്സ് എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രൂഫ്. ഇതാണ് എൻ്റെ ഗൂഗിൾ പേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡെയിലി ഞാൻ ഇതിൽ നിന്ന് വിഡ്രോ എടുക്കുന്നുണ്ട്. എല്ലാം സ്പോട്ട് പേയ്മെൻറ്റ് തന്നെയാണ്. ഇതാ കണ്ടില്ല, എല്ലാം ഈ ക്യാഷ് ഫ്രീ എന്ന് പറയുന്നതൊക്കെ ഈ വിൻസോ ഗോൾഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സ്പോട്ട് പേയ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിൽ പേയ്മെൻറ്റ് കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് തന്നെ കിട്ടും, ബാങ്ക് അക്കൗണ്ടിലേക്കും പേടിഎമ്മിലേക്കൊക്കെ. ജെന്യൂൻ ആയിട്ടുള്ള ആപ്പ് തന്നെയാണ്. നിങ്ങൾ മാക്സിമം ഇതിൽ ആൾക്കാരെ റെഫർ ചെയ്യുക. ഒരാഴ്ചയും കൂടി സമയമുള്ളൂ ഈ ലോട്ടറി ടിക്കറ്റിന്. മറ്റേ റെഫറൽ ഏണിങ്സ് എന്തായാലും നിങ്ങൾക്ക് സ്പോട്ടിൽ ലഭിക്കും. ഇനി റെഫറൽ ഏണിങ്സ് ഒരാഴ്ചയും കൂടിയുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം പേര് റെഫർ ചെയ്യാം. നമ്മൾ ഒറിജിനൽ ലോട്ടറി എടുക്കുമ്പോൾ നമ്മൾ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നതാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ക്യാഷ് കൊടുത്ത് എടുക്കും, വിജയിച്ചിട്ടില്ലെങ്കിൽ ക്യാഷ് പോകും. പക്ഷേ ഇതിൽ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട, ഫ്രീ അല്ല. ജസ്റ്റ് നിങ്ങൾ ആൾക്കാരെ റെഫർ ചെയ്താൽ മതി. നിങ്ങളുടെ റെഫറൽ കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു റെഫറൽ ലോട്ടറി വെച്ച് ലഭിക്കും. അങ്ങനെ നിങ്ങൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം വരെ നിങ്ങൾക്കിതിൽ സമ്മാനം നേടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ഇതിൽ റെഫർ ചെയ്യുക. ഒരാഴ്ചയും കൂടി സമയമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സ് സംശയം ചോദിക്കാം. പിന്നെ അതേപോലെ ഇതിന് മുമ്പ് ഞാൻ വിൻസോനെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോത്തുള്ള ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.